പിന്നെ ഇവിടെ ഞങ്ങൾ മുസ്ലിംസ് കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ പോർക്ക് ഞങ്ങൾ വെക്കാറില്ല. ഡെയിലി ബീഫ് നമ്മുടെ സ്പെഷ്യലാണ്. ബീഫും ചിക്കൻ്റെ സ്റ്റൂ, ചിക്കൻ പാൽ പിഴിഞ്ഞത്, അത് ഓരോ ദിവസം മാറി മാറി വരും. പിന്നെ മുട്ട റോസ്റ്റും, പിന്നെ കടല വറുത്തരച്ചത്, ഗ്രീൻ പീസ്, ഒരു ദിവസം ചെറുപയർ. ചേട്ടൻ തൊട്ടാ പുട്ടും കടലക്കറിയും തരാം. മോന് പുട്ടും ബീഫല്ലേ, കറി തരാട്ടാ. പുട്ട കഴിച്ചോ, കറി തരാട്ടാ. ഇതെല്ലാം കൂടെ വന്ന് നമ്മുടെ ഡ്രൈവർമാരായിട്ട് കൂടുതൽ, പിന്നെ എയർപോർട്ടിലെ പിള്ളേർ. അപ്പോൾ നമ്മൾ തിരി വൈകാലും അവർ പിണങ്ങി പോകില്ല. കാരണം നമ്മുടെ ബുദ്ധിമുട്ട് അവർക്ക് അറിയാം. കറി നമുക്ക് രണ്ടാമത് പുട്ട് കഴിയുമ്പോൾ കൊടുക്കണം. നമ്മൾ അതുകൊണ്ട് ലെവലല്ലേ നമ്മുടെ അടുത്ത് വന്നത്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച ദിവസം ഇടയ്ക്ക് മാങ്കറി, ബീഫ് കായ, കാരണം തിരക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് പേര് അങ്ങനെ വിടും. അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അടിക്കും. നല്ല ചൂട്. അപ്പം ചിരട്ടപ്പുട്ടും ബീഫും ചിക്കൻ സ്റ്റൂ കേട്ടോ. ഇതൊരു കോംബോ ആണ്, 110 രൂപ. ഇതിനൊക്കെ അപ്പുറം ജെറിച്ചേട്ടനൊരു സംഭവമാണ്. ജെറിച്ചേട്ടനക്ക് ഒരുപാട് ഫാൻസ് ഉള്ള കടയാണ്, കുഞ്ഞു കടയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ട് 35 രൂപ, കട്ടൻ ചായ ഉണ്ട്. പിന്നെ സൺഡേയിലൊക്കെ സ്പെഷ്യൽ കുറേ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. ഇരിക്കാൻ കുറച്ച് ടേബിളും കസേരകളും കേട്ടോ. അതുകൊണ്ട് മൂപ്പരുടെ തന്നെ ഓട്ടോയിൽ ഇരുന്നിട്ടാണ് കഴിക്കണം. ഇതിലിരുന്നിട്ട് ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ് ജെറിച്ചേട്ടൻ്റെ കസ്റ്റമേഴ്സ്, പിന്നെ പറഞ്ഞറിഞ്ഞ് വരുന്നവരും. അപ്പോൾ കൊച്ചി എയർപോർട്ടിലേക്കൊക്കെ വരുമ്പോൾ നല്ല കിടലും ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ നേരെ ജെറിച്ചേട്ടൻ്റെ കടയിൽ വരിക. ലൊക്കേഷൻ നമ്മുടെ ശരവണഭവൻ ഹോട്ടലിന്റെ നേരെ മുന്നിലാണ് കേട്ടോ. അടിപൊളി.